CPM എന്ന കേഡർ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള പൊട്ടിത്തെറിയുടെ അടുത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രതിഷേധത്തെ നോക്കിക്കാണാൻ സാധ്യമല്ല. സ്ഥാനാർത്ഥി നിർണയം നടത്തപ്പെട്ട ശേഷം എപ്പോഴും പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷേ പാർട്ടിയെ സ്നേഹിക്കുന്ന അച്ചടക്ക ബോധമുള്ള നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒക്കെ തന്നെ തീർച്ചയായിട്ടും പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസൃതമായി മാത്രമേ മുന്നോട്ട് പോയ ചരിത്രമുള്ളൂ. ഈ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ തലമുണ്ടനം ചെയ്തു വരെയുള്ള പ്രതിഷേധത്തെ എങ്ങനെയാണ് കാണുന്നത്? ദൗർഭാഗ്യകരമായി എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിയാണ് ശ്രീമതി ലതിക സുഭാഷ്. അവരുമായിട്ട് മാത്രമല്ല അവരുടെ കുടുംബവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് ശ്രീമാൻ സുഭാഷ് യൂത്ത് കോൺഗ്രസ് കാലം തൊട്ട് എൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തെ വൈക്കത്ത് അന്ന് വൈപ്പിനിൽ സ്ഥാനാർത്ഥിയായി നിർത്താൻ സാധിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ തന്നെ കൊടുത്തൊരു അംഗീകാരമായിട്ടാണ് ഞാനത് നോക്കിക്കാണുന്നത്. ആത്മാർത്ഥതയുള്ള ഒരു പ്രവർത്തകന് കിട്ടിയ ഒരു അംഗീകാരം, താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് കൊടുത്തൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങളതിനെ നോക്കിക്കണ്ടത്. അതുപോലെ ശ്രീമതി ലതിക സുഭാഷിന് ഞങ്ങൾ കഴിഞ്ഞ തവണ സീറ്റ് കൊടുക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. ഇത്തവണയും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അവരെ പരിഗണിക്കണം എന്ന് മാത്രമല്ല അവർക്ക് സീറ്റ് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റുമാനൂർ സീറ്റ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകാൻ ഞങ്ങൾ നിർബന്ധിതരാക്കിയുണ്ടായത്. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ദിവസങ്ങളോളം ചർച്ച വഴിമുട്ടിയോ നിങ്ങളൊക്കെ തന്നെ കണ്ടതാണ്. മനഃപൂർവ്വം അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരുന്നതല്ല, അതവർക്കും നന്നായിട്ടറിയാം. ഈ കാര്യം ഞങ്ങളൊക്കെ തന്നെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നിങ്ങൾക്കെല്ലാം സുപരിചിതനായ നമ്മുടെ തിരുവനന്തപുരത്തെ പ്രശസ്തനായ ഒരു പത്രലേഖകൻ, അദ്ദേഹം കോട്ടയം സ്വദേശി കൂടിയാണ്. അദ്ദേഹം എന്നെ ബന്ധപ്പെടുകയുണ്ടായി. എങ്ങനെയെങ്കിലും ഏറ്റുമാനൂർ സീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഞാൻ എല്ലാം വിശദീകരിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അവർ വിട്ടുതരാൻ തയ്യാറില്ല എന്നുകൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. മാത്രമല്ല ലതിക സുഭാഷിന് വലിയ അംഗീകാരം കൊടുത്തുകൊണ്ട് അവരുടെ പാർട്ടി തീർച്ചയായിട്ടും ബഹുമാനിക്കുമെന്ന കാര്യവും ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് നൽകേണ്ടത്. അത് കഴിഞ്ഞ ശേഷം അവരെന്നെ ബന്ധപ്പെടുകയും ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പത്രലേഖനുമായി സംസാരിച്ച കാര്യം അവരോട് വിശദമായിട്ട് ഞാനും അവരെ ബോധ്യപ്പെടുത്തേണ്ടായി. പക്ഷെ അവർക്ക് അത് സ്വീകാര്യമല്ല എന്നാണ് എന്നോട് അന്ന് പറഞ്ഞിട്ടുള്ളത്. അത് മറ്റൊരു കാര്യം. പിന്നെ ശ്രീമതി ലതിക സുഭാഷിനോട് മാത്രമല്ല, ഞാൻ കോൺഗ്രസ്സിലെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ മഹിളാ പ്രവർത്തകരോടും സഹോദരിമാരോടും അങ്ങേയറ്റം സ്നേഹ ബഹുമാനങ്ങൾ കാണിക്കുന്ന ഒരു നേതാവാണ്. കേരളത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഏറ്റവും അധികം മഹിളകൾക്ക് സെക്രട്ടറി സ്ഥാനം കൊടുത്തത് ഞാൻ അധ്യക്ഷനായ കാലഘട്ടത്തിലാണ്. നിയമിക്കപ്പെട്ട ഭൂരിഭാഗം സഹോദരിമാർക്കും ആ കാര്യം നന്നായിട്ടറിയാം. പിന്നെ ഞാൻ അധ്യക്ഷനായ ശേഷം 25,000 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കേണ്ടത്. മൈ ബൂത്ത് മൈ പ്രൈഡ് എന്ന ആ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ് എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ വന്നത്. ആ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് 25,000 സഹോദരിമാരെ ഒറ്റയടിക്ക് ബൂത്തുകളുടെ വൈസ് പ്രസിഡന്റുമാരായിട്ട് നിയമിക്കാൻ വേണ്ടി സാധിച്ചത്. അംഗീകാരം പൂർണ്ണമായിട്ട് എപ്പോഴും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞങ്ങളുടെ കൂട്ടായ നേതൃത്വം ആ കാര്യത്തിൽ
ഏകകണ്ഠമായ തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും അങ്ങനെ തന്നെ. പിന്നെ ഈ തവണ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ചുരുങ്ങിയത് 15 മഹിളകൾക്ക് സീറ്റ് കൊടുക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിഷ്കർഷയുണ്ടായിരുന്നു. ആ തരത്തിലുള്ള പട്ടികയുമായിട്ടാണ് ഞങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷമാണ് ചിലയിടത്തൊക്കെ തന്നെ ആ 15 പേരും ചിലരൊക്കെ തന്നെ മത്സരിക്കാൻ തയ്യാറില്ല എന്ന കാര്യം അറിയിക്കാനുള്ള സാഹചര്യമുണ്ടായത്. അതുകൊണ്ടാണ് സംഖ്യ അല്പം കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ 15 മഹിളകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കൊടുത്തുകൊണ്ട് ഒരു റെക്കോർഡ് സ്ഥാപിക്കണമെന്നാണ് ഞങ്ങളൊക്കെ തന്നെ ആഗ്രഹിച്ചത്. തീർന്നില്ല. ഈ ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കൂ. 55% വരുന്ന ഒന്ന് പരിശോധിക്കണം. പുതുമുഖങ്ങൾക്കാണ് നിങ്ങൾ സീറ്റ് കൊടുത്തത്. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ്. എത്ര യുവാക്കന്മാർക്ക് കൊടുത്തു, എത്ര പ്രഗത്ഭന്മാരായിട്ട് ആളുകൾ കൊടുത്തു. ക്യാരക്ടറായിരുന്നു ഞങ്ങൾക്ക് പ്രാധാന്യം. പ്രവർത്തന ശേഷിയും കഴിവുമാണ് പ്രാധാന്യം. അതോടൊപ്പം ഓരോ നിയോജകത്തിൽ അവർക്ക് വിജയിക്കാനുള്ള അവരുടെ സാധ്യതകൾ, ഇതൊക്കെ തന്നെ പഠിച്ചുകൊണ്ടാണ് ഈ ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയത്. പിന്നെ ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലത്തിലും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ക്രീനിങ് കമ്മിറ്റി ഈ സംസ്ഥാനം സന്ദർശിച്ച നേതാക്കന്മാരുമായിട്ടല്ല, പ്രവർത്തകന്മാരുമായിട്ട് പോലും ചർച്ച നടത്തുകയുണ്ടായി. ആർക്കും അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറയാൻ സാധ്യമല്ല. പിന്നെ പ്രിയപ്പെട്ട സഹോദരി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. നെടുമ്പാശ്ശേരിയിലെത്തിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്നലെ ഇന്ദിരാഭവന് മുന്നിൽ ലതിക സുഭാഷ് നടത്തിയ പ്രതിഷേധ പ്രകടനം നിർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം ഈ ഏറ്റുമാനൂരുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ചുള്ള പരാമർശം നടത്തി. ഏറ്റുമാനൂർ ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് കേരള കോൺഗ്രസിനുള്ള സീറ്റായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എന്താണെന്ന് ലതിക സുഭാഷിനെ നേരത്തെ ബോധ്യപ്പെടുത്തിയിരുന്നെന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചു. വനിതകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പ് കൊടുക്കണമെന്ന് കരുതി തന്നെയാണ് പട്ടിക തയ്യാറാക്കിയത്. അതിൽ പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ ഉൾപ്പെട്ടിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാനൊരു കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. അദ്ദേഹം പറഞ്ഞാണ്, വി എം സുധീരൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനതിനെ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നോട് നിർബന്ധിക്കരുത്. മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ലതിക സുഭാഷുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങൾക്ക് കൂടി മറുപടി പറയുകയായിരുന്നു. അസാധാരണമായൊരു പ്രതിഷേധമാണ് ഇന്നലെ ഇന്ദിരാഭവന് മുന്നിൽ ഉണ്ടായത്. ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൂടി മത്സരിക്കാൻ ലതിക സുഭാഷ് തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വന്ന ഘട്ടത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചത്. അവർക്ക് പാർട്ടിയിൽ അർഹമായ പരിഗണന നൽകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റുമാനൂരുമായി ബന്ധപ്പെട്ട് സീറ്റ് ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു, പക്ഷേ അത് നടക്കാതെ പോയെന്നും അദ്ദേഹം പറഞ്ഞു. Number 1 Election Channel 24.